അങ്ങനെ മൈസൂർ യാത്രയിൽ പിറ്റേ ദിവസം രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ ഫ്രഷ് ആവുകയാണ് ചെയ്തത്. ഞങ്ങൾ പിറ്റേ ദിവസം അവിടുന്ന് റിട്ടേൺ ചെയ്തല്ലോ, അപ്പോൾ ആ ഒരു ദിവസമാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസം കഴിഞ്ഞ് ഫ്രഷായി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. പിന്നെ നമുക്ക് അധികം ടൈമില്ല, അപ്പോൾ എല്ലാ പെട്ടിയൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ പെട്ടിയെടുത്ത് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ മൈസൂർ ഐറ്റംസുകളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇഡ്ഡലി ഉണ്ടായിരുന്നു, റവ ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ അവരൊരു പൊങ്കലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവരുടെ കേസരി ഭയങ്കര ഇഷ്ടമാണ്. 2 ദിവസവും ഞാൻ കഴിച്ചിട്ടാണ്, നല്ല ടേസ്റ്റുകളാണ്. അത് ഞാൻ കുറച്ചധികം കഴിച്ചു. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ തിരിച്ചു വരാനൊന്നും ടൈമില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് 11:30 വരെയാണ് ടൈമുള്ളത്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് പിന്നെ അതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയിട്ട് പിന്നെ അവിടുന്ന് ഇനി അടുത്ത് എന്തെങ്കിലുമൊക്കെ കാണാനുള്ളിടത്ത് കണ്ടിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 1-2 സ്ഥലങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം ദൂരമില്ലെങ്കിൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സാൻഡ് മ്യൂസിയം ഉണ്ടെന്ന് ഇങ്ങനെ അടിച്ച് നോക്കിയപ്പോൾ കണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച സംഭവം ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചെറിയ സംഭവമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി നല്ല രസമായിട്ട് തന്നെയാണ്. ഗൗരി സാൻഡ് മ്യൂസിയം എന്നാണ് പറയുന്നത്. ഗൗരി എന്ന് പറഞ്ഞൊരു ലേഡി, അവർ ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഈ സാൻഡ് മ്യൂസിയം ചെയ്തതിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ സെക്ഷനായിട്ട് നമുക്ക് കണ്ട് അതിശയിച്ച് പോകും. അത്രയും ഭംഗിയായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഓരോ സെക്ഷനായിട്ട് നമുക്ക് കാണാം. അവിടെ ഇന്നതിൻ്റെതാണതൊക്കെ ദൈവത്തിൻ്റെതാണെങ്കിൽ ആ ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ മഹാഭാരത യുദ്ധത്തിനാണെങ്കിൽ അത്, പിന്നെ ഇസ്ലാമിക് കൾച്ചറിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്നി ലാൻഡ്, അങ്ങനെ ഓരോന്നും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ഫുൾ അതായിരിക്കും. പിന്നെ വിൻറ്റേജ് കാർസിൻ്റെ അങ്ങനെ. അപ്പോൾ കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ട് ചെയ്തിട്ടുള്ളത് കണ്ട ഇസ്ലാമിക് കൾച്ചറാണ്. അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് അതിൻ്റേതായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. മക്ക, ഖുറാൻ അങ്ങനെ ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഒട്ടകത്തിൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇസ്ലാമിക് കൾച്ചറാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഡിസ്നി വേൾഡാണ്. അപ്പോൾ ഡിസ്നി ലാൻഡ് എന്ന് പറഞ്ഞാൽ ഡിസ്നിയുടെ മൊത്തം ഐറ്റംസുകളാണ് അതിൽ വെച്ചിട്ടുള്ളത്. കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെതുണ്ട്, പിന്നെ ആനിമൽസിൻ്റെതുണ്ട്. കാട്ടിലുള്ള എല്ലാ ആനിമൽസിൻ്റെ അങ്ങനെ പിക്ചേഴ്സ് ഉണ്ട്. ഒരു സെക്ഷനിൽ ഇങ്ങനെ കുറേ കുറേ ഐറ്റംസുകളൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ ഗൗരി എന്ന് പറഞ്ഞ അവരുടെ പിക്ചറും പിന്നെ അവർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പിക്ചറൊക്കെ അത് കളറിൽ ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ സാൻഡിൻ്റെ അതേ കളറിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു ക്യാറ്റ് മ്യൂസിയം ഉണ്ട് എന്ന് കണ്ടിരുന്നു. അപ്പോൾ മോനിക്കൊക്കെ ക്യാറ്റിൻ്റെത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിനി അടുത്തത് ക്യാറ്റ് മ്യൂസിയത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ക്യാറ്റ് മ്യൂസിയത്തിലേക്ക് പോകണം. അതിൻ്റെ റൂട്ടൊക്കെ കണ്ടെത്തി. അപ്പോൾ നമുക്കെല്ലാം ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ജിമ്മിങ് ക്യാറ്റ് വേൾഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്യാറ്റ് കുറച്ച് ഭാഗങ്ങളിലൊക്കെയാണ്
ക്യാറ്റുള്ള നമുക്ക് കയറിയിട്ട് വേണമെങ്കിൽ അവർ ടച്ച് ചെയ്യുക കളിപ്പിക്കുകയൊക്കെ ചെയ്യുക. അതിന് എക്സ്ട്രാ ഒരു 50 രൂപ കൊടുത്താൽ മതി. പിന്നെ ക്യാറ്റിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും ക്യാറ്റിൻ്റെ റൂട്ടീന് എങ്ങനെയാണ്, പിന്നെ ക്യാറ്റായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കാർട്ടൂണുകളുടേത്, അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ക്യാറ്റിൻ്റെ ഓരോ അസുഖങ്ങൾ വരുന്നതിനെ കുറിച്ചിട്ടും അപ്പോൾ അവരുടെ ഒരു മാറ്റങ്ങൾ എങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ പൂച്ചകളുടെ എല്ലാ കാര്യങ്ങളും അവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിക്ചേഴ്സ് സഹിതമാകുമ്പോൾ നമുക്ക് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ചെയ്യും. ഈ പെറ്റ്സിനൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. നമുക്കായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, നമുക്ക് ഇത്രയും ക്യാറ്റിനെ കുറിച്ചൊക്കെ അറിയാനുണ്ട് എന്നുള്ളത് നമുക്കിപ്പോഴാണ് അത് കാണുമ്പോഴാണ് മനസ്സിലാവുക. പിന്നെ നമ്മളൊരു ഇതിൽ കൂടെ നോക്കുമ്പോൾ ഹ്യൂമൻ വിഷൻ എങ്ങനെയാണ്, ക്യാറ്റിൻ്റെ വിഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കിതിൽ അത് അങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നോക്കുമ്പോൾ ഒരു യെല്ലോ കളർ പോലെയാണ് ക്യാറ്റിൻ്റെ വിഷൻ കാണുന്നത്. അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ ഇനി നമ്മൾ ഈ മറ്റേ ഫോറസ്റ്റ് ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒക്കെ നല്ല രാത്രി അങ്ങനത്തെ ടൈമിലൊന്നും നമുക്കതിൽ കടത്തി വിടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇരുട്ടാവണതിന് മുന്നേ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാട് ഭാഗത്തൊക്കെ ആകുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ 2 സ്ഥലങ്ങൾ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരി ആ ഭാഗത്തു നിന്നാണ് ഫുഡ് കഴിച്ചത്. ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ അവിടെയാണ് കയറിയത്. നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കണ്ടപ്പോൾ അവിടെയാണ് കയറിയത്. എടുത്ത് പറയേണ്ട തന്നെയാണ് കേട്ടോ, എല്ലാം നല്ല അടിപൊളി ഐറ്റംസുകൾ തന്നെയായിരുന്നു. നമ്മൾ മൈസൂർ പോയിട്ടൊന്നും അധികം ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ സ്ഥലങ്ങൾ അത്യാവശ്യം കാണാനുള്ളത് കൊണ്ട്. പിന്നെ നമ്മൾ തിരിച്ചെത്തി ഇവിടുന്നാണ് നല്ല അടിപൊളി ഫുഡ് കഴിച്ചത്. മറ്റേ മൈസൂരിൽ നിന്നൊന്നും അധികം അങ്ങനെ ഫുഡ് എക്സ്പ്ലോറിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡും കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ച അവിടുന്ന്. പിന്നെ ഇരുട്ടൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് അവിടുന്ന് ചായ വരെ കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അത്രയും നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ സുൽത്താൻ ബത്തേരി ആ വയനാടൊക്കെ എത്തുമ്പോൾ. പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ പോരുന്ന സമയത്ത് നല്ല മഴയൊക്കെ കിട്ടി. പിന്നെ നമ്മൾ വിചാരിച്ചെന്നൊന്ന് എന്തായാലും പോന്നില്ലേ, അപ്പോൾ എന്തായാലും കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് പോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ച് ജസ്റ്റൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ അടിച്ചിട്ട് അവിടുന്ന് പിന്നെ തിരിക്കുകയാണ് ചെയ്തത്. പിന്നെ രാത്രിയോടുകൂടെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ മൈസൂർ വ്ളോഗ് ഇത്ര ഉള്ളോട്ടാ. ഇത് നമ്മുടെ ഒരു 2 ദിവസത്തെ ട്രിപ്പ് ഇതോടെ അവസാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.